ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാവഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഓം ആദിത്യായ നമഃ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ 1199 മിഥുനം 15 മുതൽ 21 തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ശുഭാശുഭ ദിനങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ആദിത്യനെ സ്തുതിച്ചുകൊണ്ടാണ് ശ്ലോകം ആലപിച്ചത്. മേടം രാശി ധാരാളം സവിശേഷതകളുള്ള രാശിയാകുന്നു. അവിടെ ആദിത്യൻ ഉച്ചസ്ഥനായ രാശിയാകുന്നു. മേടം 10 സൂര്യന് അത്യുച്ചമാണ്, 10ാം ഉദയം. ചൊവ്വയുടെ സ്വക്ഷേത്ര മൂലക്ഷേത്രങ്ങൾ മേടം രാശിയാകുന്നു. ശനിയുടെ നീചരാശിയും മേടമാകുന്നു. ആദ്യമായി നമുക്ക് മേടം രാശിക്കാരുടെ മേൽപ്പറഞ്ഞ ദിനങ്ങളിലുള്ള ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു മേടം രാശി. മേഷമെന്ന് സംസ്കൃതത്തിൽ പറയുന്നു. ഇതിൻ്റെ ചിഹ്നം ആടാകുന്നു. സഞ്ചാരികളായ ഇവർ ഉയർച്ചയും താഴ്ചയും തൻ്റെ യാത്രയിലൂടെയും തൻ്റെ കർമ്മമേഖലകളിലൂടെയുമൊക്കെ നേടുന്നു. അഭിമാനികളാണ്. ആർക്കും മുന്നിൽ തൻ്റെ വ്യക്തിത്വത്തെ പണയപ്പെടുത്തില്ല മേടം രാശിക്കാർ. ഇന്ന് മേടം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ, 2-ൽ വ്യാഴം, 3-ാം ഭാവത്തിൽ രവി, ബുധൻ, ശുക്രൻ, 6-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ, രാഹു. രാശിധിപനായ ചൊവ്വ പ്രായണ ബലവാനായി രാശിയിൽ നിൽക്കുന്നു എന്ന സവിശേഷത മേടം രാശിക്കാർക്ക് ഈ വാരത്തിലുണ്ട്. ലഗ്നേ ബലിഷ്ഠേ ജഗതി പ്രഭുത്വം സുഖസ്ഥിതിം ദേഹബലം സുവർച്ചഃ ഉപര്യുപരി അഭ്യുദയാഭിവൃദ്ധിം പ്രാപ്തേ ബാലേന്ദ്വത് യേഷ ജാതഃ എന്നാണ് രാശിധിപനായ ഗ്രഹം രാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലം. ബാക്കി ഏത് ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ നിൽക്കട്ടെ, പക്ഷേ ഒരു രാശിക്ക് ബലമുണ്ടെങ്കിൽ, രാശി അധിപന് ബലമുണ്ടെങ്കിൽ തനിക്ക് പ്രഭുത്വം, മേധാവിത്വം ലഭിക്കുന്നു, ധനികനാകുന്നു, സുഖസ്ഥിതിയും നല്ല സുഖത്തെ പ്രദാനം ചെയ്യുന്നു. സ്വതവേ മേടം രാശി സഹോത്ഥാഗ്രജഃ, തൻ്റെ സഹോദരങ്ങളിൽ മൂത്ത ആളാകുന്നു. അത് കാര്യപ്രാപ്തി കൊണ്ടാണ്. അതുകൊണ്ട് തൻ്റെ സഹോദരങ്ങളുടെ ഇടയിലായാലും കർമ്മമേഖലയിലായാലും ഒരു ജനതതിയിലായാലും രാഷ്ട്രീയത്തിലായാലും ധാരാളം അംഗീകാരങ്ങൾ, മേധാവിത്വം, അഗ്രനേതൃത്വം മേടം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു ഇത്. അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ വാക്പതിയായ വ്യാഴം 2-ാം ഭാവത്തിലുണ്ട്. ദണ്ഡ നേതൃത്വ ശക്തി ഈ ചൊവ്വയുടെ അധികാരത്തിന് ശിക്ഷയും നേതൃത്വ ഗുണവും നടപ്പിലാക്കുവാൻ ഈ വാരം വളരെയധികം പ്രദാനം ചെയ്യുന്നു. 3-ലെ ബുധനാകട്ടെ, മിഥുനത്തിൽ നിൽക്കുന്ന ബുധനാകട്ടെ, 3-ലെ ബുധനാകട്ടെ മിഥുനത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് പ്രബലഹ എന്ന ഫലത്തെ പ്രദാനം ചെയ്യും. വണിക് മിത്രത, വലിയ വ്യാപാരികളുടെ സൗഹൃദങ്ങൾ ലഭിക്കുന്നു. പണ്യകൃത്, വാങ്ങാനും കൊടുക്കുവാനും ഉള്ള കഴിവ് പ്രകടിപ്പിക്കുന്നു. പെട്ടെന്ന് ഊഹക്കച്ചവടം ചെയ്ത് വ്യാപാരം ചെയ്യുവാൻ ഏറ്റവും പ്രാപ്തിയുള്ള ഗ്രഹമാകുന്നു ബുധൻ. അതുതന്നെ ഗാംബ്ലറായ പ്ലാനറ്റാണ്. പലർക്കും ഊഹക്കച്ചവടത്തിലൂടെ, ഷെയർ മാർക്കറ്റിലൂടെ ധനസമ്പാദനം നടത്തുവാനുള്ള വാരമാകുന്നു. പക്ഷേ ശുക്രന് ഒരു ചെറിയ മൗഢ്യമുണ്ട്. അത് ജൂൺ 6-നാണ് തീരുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജൂൺ 5 വരെ, അമാവാസി വരെയുള്ള ഫലമാണ്. പക്ഷേ ഇവിടെ ശുക്രന് മൗഢ്യമാകുന്നു ജൂലൈ 6 വരെ. നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ 5 വരെയുള്ള ദിനങ്ങളിലുള്ള ശുഭാശുഭങ്ങളാണ്.
ജൂലൈ 5-ാം തീയതി വെള്ളിയാഴ്ചയാകുന്നു, അന്ന് അമാവാസിയാകുന്നു. അതുകൊണ്ട് മേടം രാശിക്കാർക്ക് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ഈ വാരത്തിൽ വരുന്ന ജൂലൈ 5 എന്നതിന് വളരെ പ്രത്യേകതകളുണ്ട്. കറുത്ത വാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. പ്രീത പ്രേതാസ്ത്വമീഭിർ വിദധതി സകല സമ്പദ സന്തതിശ്ച. എല്ലാ സമ്പത്തുകളും സന്തതി ശ്രേയസ്സിനും പിതൃകർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് സന്തുഷ്ടരായ പ്രേതങ്ങൾ നൽകുന്നു എന്നാണ് ഹൈന്ദവരുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇവിടെ 4-ാം ഭാവം കർക്കിടകൻ രാശി, രാശ്യധിപനായ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഗാർഹിക സുഖം വളരെയധികം കുറവായിരിക്കും മേടം രാശിക്കാർക്ക് ഈ വാരം. മാതാപിതാക്കളെ പിരിഞ്ഞു നിൽക്കുക, അവരുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ തനിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണ്. ഭാര്യയോട് അല്പപ്രിയത്വം വരുന്ന വാരമാണ്. ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന അവസ്ഥ തൻ്റെ യാത്രയിൽ സംജാതമാകുന്ന വാരമാകുന്നു. സ്വതവേ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ജൂലൈ 6-ാം തീയതി വരെ ദാമ്പത്യ വിഷയത്തിൽ അത്ര സുഖകരമായ അനുഭവമായിരിക്കില്ല. സൗഹൃദങ്ങളെ നാം ഊട്ടി ഉറപ്പിക്കേണ്ടുന്ന വാരമാണ് ഈ വാരം. കാരണം സുഹൃത്തുക്കളെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ഏറ്റവും ദുർബലമായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതേ രീതിയിൽ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്. ജപ്തി ഭീഷണി നേരിടുന്ന വാരമാണിത്. അതുകൊണ്ട് തൻ്റെ പൂർവികമായ സ്വത്തുക്കൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അത് ബാങ്കിൽ വെക്കുകയാണെങ്കിലും ജൂലൈ 5-ാം തീയതി മുതലുള്ള സമയമായിരിക്കും അതിന് അനുകൂലമായ സമയം. ശുഭദിനങ്ങൾ നാം പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ദിനങ്ങളിലെങ്കിലും നിങ്ങൾ ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഭാവിയിലെ മാനസികമായ സംഘർഷങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. 6-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. ശാരീരികമായി ചന്ദ്രനും രാഹുവും തമ്മിലുള്ള യോഗവും 12-ാം ഭാവത്തിൽ അത്ര ശുഭകരമല്ല. ചെറിയ കുട്ടികൾക്ക് ജോണ്ടിസം, മഞ്ഞപ്പിത്തത്തിൻ്റെ ഉപദ്രവം വരുന്ന സമയമാണ്. ലിവർ പേഷ്യൻസിന് ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലിവർ സിറോസിസ് രോഗം മൂർച്ഛിക്കുന്ന വാരമാകുന്നു. ജാഗ്രത പാലിക്കുക. ശത്രുക്കളുടെ ഉപദ്രവം വളരെയധികം വരുന്ന വാരമാണിത്. ശത്രു സംബന്ധിച്ച വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഓഫീസിലായാലും ഗാർഹികമായ അന്തരീക്ഷത്തിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ശത്രുക്കൾ ധാരാളം വരുന്നതാണ്. കർമ്മം പ്രായേണ മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. കാരണം കർമ്മപതിയായ ശനി ശക്തനായി 11-ാം ഭാവത്തിൽ സലാഭ എന്ന ഫലത്തോടുകൂടി 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ ശനിക്ക് ഒരു ബാധാധിപത്യ ദോഷമുണ്ട്. അതിനാൽ നല്ല കർമ്മങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്നത് ദുഷ്കർമ്മമായി വരുന്ന വാരമാണിത്. പക്ഷേ ഈ ശനി ജൂൺ 30 മുതൽ വക്രിയായിട്ട് വരികയാണ്. അതുകൊണ്ട് കർമ്മമേഖലയിൽ ഒരു നവവസന്തം സൃഷ്ടിക്കപ്പെടുന്നു ഈ വാരത്ത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മാതാപിതാക്കളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യം, കർമ്മമേഖലയിലുള്ള ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക, ദാമ്പത്യത്തിൽ ശ്രദ്ധ പുലർത്തുക. സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തനിക്ക് തലവേദനകൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ വരുന്നതാണ്. ജാഗ്രത പുലർത്തുക. പരിഹാരമായി ഈ വാരത്തിൽ നിർദ്ദേശിക്കുന്നത് കർമ്മതടസ്സം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട്, ശത്രുദോഷം മാറാൻ ശത്രുമുട്ട്, അമ്മയുടെ ആരോഗ്യത്തിനായി പ്രത്യേകിച്ച് അമ്മയുടെ നക്ഷത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അനുകൂലമായ ദിവസങ്ങൾ ജൂൺ 29-ാം തീയതി ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം, ജൂൺ 30-ാം തീയതി ഞായറാഴ്ച രേവതി നക്ഷത്രം അനുകൂലമായ ദിവസങ്ങളാണ്. ദോഷമുണ്ട്. കറുത്തപക്ഷത്തിലെ അഷ്ടമി എന്ന ദുർബലമായ തിഥിയും നവമി എന്ന തിഥിയുമാകുന്നു ഈ ദിനങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഈ ദിനങ്ങൾ അനുകൂലമല്ല. ജൂൺ 30-ാം തീയതി രേവതി നക്ഷത്രം ഉച്ചയ്ക്ക് 12:30 ശേഷം നല്ല സുഹൃത്ത് സൽക്കാരത്തിലും യാത്രകളിലും പങ്കാളിയാകാനുള്ള നല്ല അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കരുത്. രാഹുകാലം 4:30 മുതൽ 6 മണി വരെയുള്ള സമയം ഒഴിവാക്കുക.
പിന്നീട് അനുകൂലമായ സമയം വരുന്നത് ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രമാണ്. കറുത്ത വാവിന് വളരെ അടുത്തടുത്ത് വരികയാണ്. കാരണം ജൂലൈ 5-ാം തീയതി കറുത്ത വാവാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരുവിധമുള്ള ശുഭകാര്യങ്ങളിൽ എല്ലാം തന്നെ ജൂലൈ 3 ബുധനാഴ്ച ഒരു ഉത്തമ ദിനമായി പരിഗണിക്കാവുന്നതാണ്. മറ്റ് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച സംഭവിക്കുകയില്ല. കാര്യങ്ങൾ വളരെ ശുഭകരമായി നീങ്ങട്ടെ. എല്ലാവിധ ആശംസകളും മേടം രാശിക്കാർക്ക്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരെ പറ്റിയാണ്. ഇടവം രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക. ഈ രാശിയുടെ ചിഹ്നം കാളയാകുന്നു. ശിവന്റെ വാഹനമാകുന്ന കാളയാകുന്നു ഇടവം രാശിയുടെ എംബ്ലം അഥവാ ചിഹ്നം. ജീവിതത്തിൽ ആദ്യകാലത്ത് വളരെയധികം ക്ലേശങ്ങളെ, പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച് പിന്നെ നന്മയിലേക്ക് മധ്യകാലം മുതൽ ഇവർ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഈ രാശി ചന്ദ്രന്റെ ഉച്ചരാശിയാണ്, ശുക്രന്റെ സ്വക്ഷേത്ര രാശിയുമാകുന്നു. ഇടവൻ രാശിക്കാർക്ക് ഈ വാരം രാശിയിൽ വ്യാഴം 2-ാം ഭാവത്തിൽ, സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി 5-ാം ഭാവത്തിൽ, കേതു 10-ാം ഭാവത്തിൽ, ശനി 11-ാം ഭാവത്തിൽ, ചന്ദ്രൻ, രാഹു 12-ൽ, ചൊവ്വ. മേടൻ രാശിക്കാർക്ക് പ്രായേണ അഷ്ടമാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് അത്ര ശുഭകരമല്ല. ശാരീരിക വിഷയം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കഫജന്യമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ക്ലേശത അനുഭവിക്കുന്ന രാശിയാകുന്നു ഇടവം രാശി. ശ്ലേഷ്മളഹ എന്നാണ് ഇടവം രാശിക്കാരെ പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്. ഇടവം, കന്നി, മകരം ഇതൊക്കെ കഫത്തിന് പ്രാധാന്യമുള്ള രാശിയാകുന്നു. പലപ്പോഴും ഈ രാശിക്കാർക്ക് പെൺ സന്താനങ്ങൾ വളരെ കൂടുതലായി കാണപ്പെടുന്നതാണ്. ഇന്ന് രാശിയിലെ വ്യാഴം ഞാൻ സൂചിപ്പിച്ചു. ശാരീരികമായ അസ്വസ്ഥതകൾക്ക് പുറമേ ധനപരമായ വിഷയങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. ധാരാളം ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത്രയധികം ഭാവി ഉണ്ടാകണമെന്നില്ല. ഭൂരിദ്രവ്യോ നൃപഹൃതധനി ഭക്തരോഗി ദ്വിതീയേ എന്നാണ് 2-ൽ നിൽക്കുന്ന ആദ്യത്തിന് ഫലം പറഞ്ഞിട്ടുള്ളത്. ധാരാളം കാശ് വന്നാലും സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് തൻ്റെ കാശ് കൊണ്ടുപോകും. ഭക്തരോഗി, മുഖത്തിന് രോഗങ്ങളുണ്ടാകും. അപ്പോൾ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളെ പറ്റി ജാഗ്രത പാലിക്കേണ്ട വാരമാകുന്നു ഈ ഒരു വാരം ഇടവം രാശിക്കാർക്ക്. അമിതമായ ലാഭം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കുറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പല ഗ്രന്ഥങ്ങളിലും. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ അല്പം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്. പുതിയ പദ്ധതികളെ പറ്റി ചിന്തിക്കാം. അതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക. അടുത്ത വാരമാകുമ്പോഴേക്കും കാര്യങ്ങൾ വളരെ നന്നായി നീങ്ങുന്നതാണ്. കാരണം ഇപ്പോൾ കറുത്തപക്ഷമാകുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 5-ന് അമാവാസിയാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ബേസിക് ആയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അമാവാസി കഴിഞ്ഞ് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും നിർവഹിക്കാം. ശുഭദിനങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ അവസരത്തിലും. 2-ലെ ബുധൻ കൺസൾട്ടൻസിനും ബ്രോക്കർമാർക്കും അനുകൂലമായ വാരമാണ്. സാമ്പത്തിക രംഗങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ധനാഗമത്തിന്റെ സ്രോതസ്സുകൾക്കുള്ള ഒരു ചാരുകീറുന്ന വാരമാകുന്നു ഈ വാരം. 2-ലെ ശുക്രനും അങ്ങനെയാണ്. പാട്ടുകാർക്ക്, ഗായകന്മാർക്ക് വളരെ അനുകൂലമായ വാരമാണ്. സുവാക്യ, നല്ല വാക്കുകൾ സംസാരിക്കേണ്ടുന്ന വാരമാകുന്നു ഇടവം രാശിക്കാർക്ക്. 5-ാം ഭാവത്തിലെ കേതു ഉദര സംബന്ധമായ രോഗങ്ങളുടെ വാരമാണ്. ശ്രദ്ധിക്കണം. സഹോദര ഗുണം ധാരാളം വരുന്ന വാരമാകുന്നു. സഹോദരങ്ങൾ വിദേശത്തു നിന്നും വരിക, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നും തനിക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വാരമാകുന്നു. പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നും നല്ല ഊഷ്മളമായ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്ന വാരമാണ് ഇടവം രാശിക്കാർക്ക്. ശാരീരികമായി ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. പ്രായമുള്ളവർ കുളിമുറിയിൽ നിന്നും തെന്നി വീണ്
പാദങ്ങൾക്ക് ഫ്രാക്ചർ വരേണ്ടുന്ന വാരമാണ്. കാരണം മേടൻ രാശിയിൽ ശക്തനായി ചൊവ്വ നിൽക്കുന്നുണ്ട്. ദുർബല ജാനുഹു, കാൽമുട്ടുകൾക്ക് ദൗർബല്യം വരുമെന്നാണ്. അത് പതിതസ്ഥരിഭേ, ഒരു പാതിത്യം, വീഴ്ച ഈ ചൊവ്വ പ്രദാനം ചെയ്യുന്നതാണ്. കാരണം ചൊവ്വ വൈകല്യവാനാണ്. അതിനാൽ നനവുള്ള തറയിൽ മഴക്കാലത്ത് നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കുളിമുറിയിലായാലും പുറത്തായാലും ശാരീരിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക. ഇടവൻ രാശിക്കാർക്ക് സ്വതവേ കണ്ടകശനിയുണ്ട്. പക്ഷേ ഈ കണ്ടകശനി അവരെ ബാധിക്കില്ല. കാരണം ശനി ജൂൺ 30 മുതൽ 4.5 മാസക്കാലം വക്രിയായി അതിശക്തമായി അപ്രദക്ഷിണമായി സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാരം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യുന്ന വാരമാണ്. 11 ചന്ദ്രൻ വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. തനിക്ക് ഒരു സ്ഥിരതയും പ്രതിഷ്ഠയും അധികാരവും 11 ചന്ദ്രൻ പ്രദാനം ചെയ്യും. ഇവിടെ തൻ്റെ കഴിവ് കൊണ്ട് ലഭിക്കണമെന്നില്ല. നല്ല സഹായികൾ, ചന്ദ്രൻ 3-ാം ഭാവാധിപനാണ്, സഹായപതിയാണ്. നല്ല സഹായികളിലൂടെ, സുഹൃത്തുക്കളിലൂടെ തനിക്ക് അവരിലൂടെ പ്രമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ അവരുടെ റെക്കമെൻഡിലൂടെ തനിക്ക് നല്ല കാര്യങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാകുന്നു ഈ ഒരു വാരം. പ്രത്യേകിച്ച് അന്യമതസ്ഥരായ സുഹൃത്തുക്കൾ തൻ്റെ രക്ഷാകവചമായി പ്രവർത്തിക്കുന്ന വാരമാകുന്നു. കാരണം രാഹു 11-ാം ഭാവത്തിൽ യോഗകാരകനായി നിൽക്കുന്നു എന്നത് തന്നെ അതിന് കാരണം. ഈ വാരം ഇടവം രാശിക്കാർക്ക് തങ്ങളുടെ ശാരീരികമായ ആരോഗ്യ വിഷയത്തിന് പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് നടത്തുന്നത് വളരെ ഗുണമാണ്. രക്തപുഷ്പാഞ്ജലിയുമാകാം. കർമ്മമേഖലയിലുള്ള ചെറിയ ചെറിയ കണ്ടകശനി സമയത്തിന് പരിഹാരമായി ശനിയാഴ്ചകളിൽ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി ശനീശ്വരന് വഴിപാടായി സമർപ്പിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന് മന്ത്രം. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഷഷ്ടിവ്രതം വരുമ്പോൾ ഷഷ്ടി എടുക്കുക. ഓം വജദ്ഭുവേ നമഃ എന്ന മൂലമന്ത്രവും വളരെ അനുകൂലമാണ് ജപിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ. ഇനി പ്രധാനപ്പെട്ട ദിനങ്ങൾ ഈ വാരത്ത് വളരെ കുറവാണ്. ജൂലൈ 3 ബുധനാഴ്ച രോഹിണി നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. കറുത്തപക്ഷത്തിൽ വളരെ ദുർബലമായാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. എങ്കിലും ജൂലൈ 3 ബുധനാഴ്ച എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായി എടുക്കാം. ജൂലൈ 5 വെള്ളിയാഴ്ച അമാവാസിയാണ്. ശ്രാദ്ധകർമ്മങ്ങൾ അല്ലെങ്കിൽ ബലികർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിതൃക്കളുടെ അനുഗ്രഹ പൂർണ്ണത ലഭിക്കുവാനായി ഉത്സാഹിക്കുക. മറ്റ് 1-2 അനുകൂല ദിനങ്ങൾ ജൂൺ 29 ശനിയാഴ്ചയും 30 ഞായറാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങളും കറുത്തപക്ഷത്തിലെ അഷ്ടമിയും നവമിയുമാണ്. സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നത് ഈ ദിനങ്ങളിൽ അത്ര ശോഭനമല്ല. 30 ഞായറാഴ്ച 12:45 ശേഷമുള്ള സമയം യാത്രയ്ക്കും സൗഹൃദ സൽക്കാരങ്ങൾക്കുമൊക്കെ തനിക്ക് അനുകൂലമായൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതാണ്. 4:30 മുതൽ 6 മണി വരെയുള്ള രാഹുകാലം ഒഴിവാക്കുക. പിന്നീട് ജൂലൈ 2 ചൊവ്വാഴ്ച കറുത്തപക്ഷ ഏകാദശി തിഥിയാകുന്നു. അതുകൊണ്ട് ഏകാദശി വ്രതം, നോമ്പ് ഒക്കെ നോക്കുവാൻ വളരെ അനുകൂലമാണ് ചൊവ്വാഴ്ച വരുന്ന ദിവസം. വലിയ പരിക്കുകളില്ലാതെ ഈ വാരം ഇടവം രാശിക്കാർക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. ശുഭദിനങ്ങളൊക്കെ ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്തു. എല്ലാം വളരെ അനുകൂലമായി പ്രാർത്ഥനയിലൂടെ നന്നാക്കിയെടുക്കുക. നന്ദി, നമസ്കാരം. ഇനി അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുനം ബുധന്റെ സ്വക്ഷേത്ര രാശിയാകുന്നു. മിഥുനത്തിൽ സൂര്യൻ വന്നാലും ബുധൻ വന്നാലും ജ്യോതിഷ വിഷയത്തിലൊക്കെ അവർ നല്ല പ്രമാണികളായി തീരുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഥുനത്തിലെ സൂര്യൻ വിദ്യാ ജ്യോതിഷ വിത്തവാൻ എന്ന ഫലം പറഞ്ഞിട്ടുണ്ട്. മിഥുനം ഒരു സുഖഭോഗങ്ങളുടെ രാശിയാകുന്നു. അധികം കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കില്ല മിഥുനം രാശിക്കാർ. അവർ മെറ്റീരിയലിസ്റ്റാണ്, സുഖത്തിന് പിറകെ ഓടി നടക്കുന്നവരാണ്. വളരെയധികം കഷ്ടപ്പെടാൻ വിദ്യാർത്ഥികളായാലും മിഥുനം രാശിയിൽ ജനിച്ച ആളുകളായാലും കാണാറില്ല.
അവർക്ക് ധാരാളം സമയം ആ ഭൗതിക സുഖത്തിന് വേണ്ടി നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, നല്ല സിനിമകൾ കാണുക, നല്ല യാത്രകൾ ചെയ്യുക, നല്ല ഭക്ഷണം കഴിച്ച് ജീവിതം കൂടുതൽ ആസ്വദിക്കുന്നു മിഥുനം രാശി. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. മകേരം നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു മിഥുനം രാശി. ഈ രാശിയുടെ ചിഹ്നം തന്നെ സ്ത്രീയും പുരുഷനുമാകുന്നു, ഡ്യുവൽ സൈനാണ്. ഈ വാരം മിഥുനം രാശിക്കാർക്ക് 1199 മിഥുനമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയുള്ള 7 ദിവസത്തെ ഫലങ്ങൾ, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളെ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇത് മിഥുനം രാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 4-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, രാഹു, 11-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ വ്യാഴം, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതികൾ. ഭൂമി ലാഭത്തിനും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ വാരം വളരെ അനുകൂലമാണ്. ഭൂമി ലഭിക്കുവാൻ ഉത്സാഹിച്ചാൽ വളരെയധികം തനിക്കിഷ്ടപ്പെട്ട ഒരു ഭൂമി ലഭിക്കുവാനുള്ള ഒരു സംവിധാനം മിഥുനം രാശിക്കാർക്ക് പ്രയോജനപ്പെടുത്താം. സ്ഥാപത്യ കർമ്മം, കുറ്റിയിടൽ മുതലായ കർമ്മം മിഥുനം രാശി ഒരു കോൺ രാശിയായതിനാൽ ഈ കോൺ മാസത്ത് നാം ചെയ്യാറില്ല. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾക്ക് ചിങ്ങമാസത്തിലേക്ക് നടത്താവുന്നതാണ്. കർക്കടക മാസവും നാം സ്ഥാപത്യ കർമ്മങ്ങൾ സാധാരണ നിർവഹിക്കാറില്ല. വിവാഹ കർമ്മങ്ങൾ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹ തീരുമാനങ്ങൾ, നിശ്ചയം മുതലായ കർമ്മങ്ങൾ ഈ വാരം അല്ലെങ്കിൽ മിഥുനമാസം 31-ാം തീയതി ജൂലൈ 15 വരെയുള്ള ദിനങ്ങളിൽ ചെയ്യാവുന്നതാണ്. റിംഗ് എക്സ്ചേഞ്ച് ആയാലും നിശ്ചയമായാലും ധാരാളം അവസരങ്ങളുണ്ട്. കർക്കിടകത്തിൽ നാം ഇതൊന്നും അനുഷ്ഠിക്കാറില്ല. പിന്നെ വിവാഹ കർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമാകുന്നു ചിങ്ങമാസം. കന്നിമാസവും നാം വിവാഹ വിഷയങ്ങളിൽ ഇടപെടാറില്ലല്ലോ. ഇന്ന് പ്രായണ മിഥുൻ രാശിക്കാർക്ക് ബലമുള്ള രാശിയാണ്. ലഗ്നത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ ഒരു ഭദ്രമഹായോഗം ചെയ്ത് ബുധൻ അവിടെ നിൽക്കുന്നു. വളരെയധികം ടാക്ട്ഫുള്ളായി കാര്യങ്ങൾ നീക്കുവാനുള്ള ഒരവസരം വരുന്നതാണ്. സാമ്പത്തികമായി നല്ല ഗുണമുണ്ടാകുന്നു. ധനാധിപനായ ചന്ദ്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, അല്ലെങ്കിൽ മത്സ്യക്കച്ചവടക്കാർക്ക്, അല്ലെങ്കിൽ കൃഷിയിലൂടെ കാർഷിക അഭിവൃദ്ധിക്ക് പ്രായേണ അനുകൂലമായ വാരമാകുന്നു. ജലത്തിനെ വളരെയധികം ശ്രദ്ധിക്കണം. വെള്ളപ്പൊക്കം കാരണം കൃഷിക്കെടുതിയും അനുഭവിക്കുന്ന വാരമാകുന്നു. അതിനിടയിൽ കൃഷി നഷ്ടം സംഭവിച്ചാൽ സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്ന വാരവുമാകുന്നു. അതുകൊണ്ട് തങ്ങളുടെ വിളകളെ സംരക്ഷിക്കുക. നാശകരമായ അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന പേപ്പേഴ്സ് വർക്കൊക്കെ സമയോചിതമായി ചെയ്യുക. ഇവിടെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ ബുധനോടുകൂടി ശുക്രനോടുകൂടി വളരെയധികം നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. കുട്ടികളുടെ പഠന വിഷയത്തിന് ഒരു ചെറിയ മൗഢ്യം ജൂലൈ 6 വരെ ഉണ്ടാകും. അതിനാൽ ഒരു ദേവീക്ഷേത്രത്തിൽ, സരസ്വതി ക്ഷേത്രത്തിൽ സരസ്വതി പൂജ അല്ലെങ്കിൽ സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂലൈ 6-ന് ശേഷം വരുന്ന അടുത്ത ആഴ്ച മുതൽ കുട്ടികളുടെ യാത്ര വളരെ അനുകൂലമായി വരുന്ന വാരമാണ്. ഭോഗ വിഷയങ്ങൾക്കായി ധാരാളം കാശ് അനാവശ്യമായി ചെലവഴിക്കേണ്ടുന്ന വാരമായിരിക്കും ഇത്. 1 രൂപ ചെലവഴിക്കേണ്ടുന്ന സ്ഥലത്ത് അനാവശ്യമായി 10 രൂപ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഷോപ്പിങ്ങിലൊക്കെ പോയി സെയിൽസ്മാൻമാരുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ധനം നശിക്കുന്ന വാരമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഭാര്യയെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഭാര്യയുടെ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന വാരമാണ്. ഭാര്യയെ കൂട്ടാതെ ഷോപ്പിങ്ങിന് പോയി അത്യാവശ്യ സാധനങ്ങൾ ഈ വാരത്തിൽ വാങ്ങുന്നത് വളരെ ശുഭകരമായിരിക്കും. ധനസ്രോതസ് ഞാൻ സൂചിപ്പിച്ചു, അനുകൂലമായി കാണുന്നു. 4-ൽ നിൽക്കുന്ന കേതു മാതാവിന് അരിഷ്ടതകൾ, രോഗങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. കാരണം മാതൃകാരകനായ ചന്ദ്രൻ രാഹുവോടുകൂടെ നിൽക്കുന്നു. പുതിയ ബന്ധുക്കളുമായി നല്ല സംഗമങ്ങൾ ഉണ്ടാകും. വിവാഹത്തിന് പോകും. വിവാഹ തീരുമാനങ്ങളിൽ തനിക്കൊരു മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടുന്ന വാരമാണ്. രാജാവിൽ നിന്നും തനിക്ക് വളരെ നല്ലൊരു അനുകൂലമായ മനോഭാവം തനിക്ക് വരുന്നതാണ്. ശമ്പള വർധന അല്ലെങ്കിൽ ജോലിയിൽ വല്ല പ്രമോഷൻ, ഇതൊക്കെ 10-ലെ ചന്ദ്രൻ പ്രദാനം ചെയ്യും. ശം നരേശാദി തോപി, രാജാവ്
മുതലായവരിൽ നിന്നും തനിക്ക് സുഖം ലഭിക്കുന്നു എന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ പെൺകുട്ടി തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരവസരം, ജീവിതത്തിൽ കയറി വരുന്ന ഒരവസ്ഥ മാതാപിതാക്കൾക്ക് അനുഭവിക്കാൻ പോകുന്ന വാരമാകുന്നു ഇത്. ചില സമയത്ത് മകൻ അപ്രതീക്ഷിതമായി തൻ്റെ പ്രാണപ്രേയസിയെ, തൻ്റെ ലവറെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുക, അല്ലെങ്കിൽ തൻ്റെ പ്രേമം ഡിക്ലെയർ ചെയ്യുന്ന വാരമായിരിക്കും ഇത്. അതുകൊണ്ട് കരുതിയിരിക്കുക. മാനസികമായി നിങ്ങളുടെ മനസ്സിനെ പരിഭാഗപ്പെടുത്തുവാൻ ശ്രമിക്കണം ഈ ഒരു ഘട്ടത്തെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗ മുതലായ മെഡിറ്റേഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതരാകാനുമുള്ള ഒരവസ്ഥയെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. പല തീർത്ഥാടന സന്ദർശനങ്ങളിലും നമുക്ക് മുഖ്യ കാർമ്മികത്വം ലഭിക്കുന്നു. നമ്മൾ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് അവരോധിക്കപ്പെടുന്ന വാരമാണിത്. കർമ്മമേഖലയിൽ ഈ വാരം ഒന്ന് മാറി നിന്നാൽ കുറേ ഗുണങ്ങൾ വരും. കർമ്മത്തിൽ അധികാരം ലഭിക്കും. അപ്പോൾ ഒരാഴ്ച ലീവ് എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു യാത്ര ചെയ്ത് ഈ വാരത്തെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഉദ്യമം നടത്തുക. 11 ചൊവ്വ ഞാൻ സൂചിപ്പിച്ചു, ഭൂമിലാഭം ഒക്കെ ഉണ്ടാകും. ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരസ്യമായി പറഞ്ഞ് നമ്മുടെ വില കളയുന്ന ഒരവസ്ഥ ഈ വാരം സൃഷ്ടിക്കപ്പെടുന്നു. 12 വ്യാഴം കർമ്മമേഖലയിൽ തനിക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ചില മനോഭാവങ്ങളിലൂടെ പേരുദോഷവും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വാരമാണ്. കലഹ എന്നാണ് 12 വ്യാഴത്തിന് ഫലം പറഞ്ഞിട്ടുള്ളത്. പല കാര്യത്തിലും തൻ്റെ അതിശക്തമായ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ദാമ്പത്യത്തിലും ഇതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. വളരെയധികം കോംപ്രമൈസ് ചെയ്യുക ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം വരെ. അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും. ആദ്യമാദ്യം സഹിക്കുന്ന ഭാര്യയും മക്കളുമൊക്കെ ക്രമേണ നമ്മളോട് പ്രതിരോധിക്കുവാനും നാളെ നമ്മൾക്കെതിരെ സംഘമായി നീങ്ങുവാനും സാധ്യത വളരെ കൂടുതലാണ്. ലബ്ധപുത്രോ പതിയും ദ്വേഷ്ടി എന്ന് പ്രത്യേകിച്ച് സുഭാഷിതത്തിൽ പറഞ്ഞു. മക്കളെ കയ്യിൽ കിട്ടിയാൽ ഭർത്താവിനെ ഭാര്യ ദുഷിക്കുമെന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഭാര്യയും മക്കളും തമ്മിലുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ തനിക്ക് തൻ്റെ നിലനിൽപ്പിന്, അസ്തിത്വത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കാലം വരെ വളരെ പ്രാക്ടിക്കലായി ടാക്ട്ഫുള്ളായി നീങ്ങുക. ഇനി ഈ വാരത്തെ ദോഷഫലങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമുക്ക് നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ഒരു ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് ദാമ്പത്യത്തിന് വളരെ നല്ലതായിരിക്കും. അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയപരിഹാരമായി മാതാവിൻ്റെ പേര് മൃത്യുഞ്ജയ അർച്ചന അമ്മയുടെ നക്ഷത്രത്തിൽ ചെയ്യുക. അനുകൂലമായ വാരങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. പ്രത്യേകിച്ച് ഈ വാരത്തിൽ അമാവാസി വരികയാണ്. ജൂലൈ 5-ാം തീയതി വെള്ളിയാഴ്ച. ആ ദിവസം പിതൃക്കളുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ ബലികർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക. ജൂലൈ 3-ാം തീയതി ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു. കറുത്തപക്ഷത്തിലാണെങ്കിലും രോഹിണി നക്ഷത്രമാണ്, ബുധനാഴ്ചയാണ്. ശുഭകാര്യങ്ങൾക്കൊക്കെ ആ ദിവസം നിങ്ങൾക്ക് വിനിയോഗിക്കാം. ഉള്ളതിൽ നല്ല ദിനമാകുന്നു ജൂലൈ 3-ാം തീയതി. പിന്നെ ജൂൺ 29-ാം തീയതി ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രവും ജൂൺ 30-ാം തീയതി ഞായറാഴ്ച രേവതി നക്ഷത്രവും പ്രായണ അനുകൂല ദിവസങ്ങളാണ്. പക്ഷേ തിഥി വളരെ ദോഷമാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയും നവമിയുമാണ്. അതുകൊണ്ട് ധനപരമായ ഇടപെടലുകൾക്കൊന്നും ഈ ദിനങ്ങൾ അനുയോജ്യമല്ല. ഏകാദശി, കറുത്തപക്ഷത്തിലെ ഏകാദശി വരുന്നു ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച. ഏകാദശി വ്രതം എടുക്കാം, കൃഷ്ണക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാം. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും പ്രായണ ഈ വാരം ഗുണദോഷ ഫലത്തെ നൽകുന്നു. പ്രത്യേകിച്ച് തൻ്റെ ഒരു അഭിവൃദ്ധിക്ക്, നന്മയ്ക്ക് ഈ വാരം വളരെ പ്രയോജനപ്പെടുന്ന വാരമാണ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ യാത്രയായാലും സുഹൃത്ത് സൽക്കാരങ്ങളായാലും വിവാഹമായാലും തനിക്കൊരു പ്രാമാണിത്യം കൈവരുന്ന വാരമാണ്. പലരും തനിക്ക് സദസ്സിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന വാരമാണ്. അത് നന്നായി ഉപയോഗിക്കുക. മിഥുനൻ രാശിക്കാരെ ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാവിധ
നന്മകൾ നിറഞ്ഞ ഒരു വാരം മിഥുനം രാശിക്കാർക്ക് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.